അപ്പൊ ഇതൊരു സൂയിസൈഡ് മിഷൻ ആയിട്ടാ ഞങ്ങൾ പോണത്. ഹോർമൂസ് ഇന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങ ഹോർമൂസ് ക്രോസ് ചെയ്യാൻ പോയാണ്. ഞങ്ങളുടെ ഒരാളുടെ കൺസേൺ ഇല്ലട്ടാ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്. ഇന്ന് വെളുപ്പിന് അറ്റാക്ക് നടന്നതില് മോളിലത്തെ റേഡിയോയില് ചീഫ് ഓഫീസർ കേട്ടാണ്, ഇനി ഏതെങ്കിലും ഇഫ് എനിബഡി ഈസ് ട്രൈയിങ് ടു ക്രോസ് ഹോർമൂസ് വി വിൽ ബ്ലാസ്റ്റ്. ഇന്ന് രാത്രി അറിയാൻ പറ്റും എന്താണെന്ന്. എനിക്കറിയില്ല ഏത് കപ്പലാണ് അതിൽ ക്രോസ് ചെയ്യണേന്ന്, എന്ത് കണ്ടിട്ടാണ് ഞങ്ങ മുന്നോട്ട് പോണേന്ന്. ഞങ്ങളുടെ അവസ്ഥയാണിത്. ഇതുപോലെ എത്ര പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല കടലില്. അപ്പൊ എല്ലാരും പ്രാർത്ഥന വേണം. ഇനി എനിക്ക് പുറത്തിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റൂല. ഞാൻ അകത്തോട്ട് പോയാണ്. അറിയില്ല, കിടന്നിട്ട് ഉറക്കമല്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി ഈ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്കാണ് ക്രോസ് ചെയ്യണത്. അപ്പൊ അറിയാ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ പണി എടുക്കുന്നത്. ഹോർമൂസ് യുദ്ധഭൂമി ഒഫീഷ്യലി ഇറാൻ പറഞ്ഞ് അത് ക്ലോസ് ചെയ്തത്. എന്നിട്ടും അതിൽ കൂടി രാത്രി ഫുള്ള് ഞങ്ങൾ ക്രോസ് ചെയ്ത് പോന്ന്. ഖത്തറിലെ രാജാവ് മരിച്ചിട്ടാണോ അവർ വെടിവെപ്പ് നിർത്തി വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ ക്രോസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഞങ്ങൾ ക്രോസ് ചെയ്ത് ചൈനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് കപ്പൽ അകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരൊന്നും ഇതുവരെയും പുറത്തേക്ക് പോന്നിട്ടില്ല. ഞങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അപ്പൊ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് പേർക്ക് വേണോട്ടോ. കടലിൽ ഒരുപാട് പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരും സേഫ് ആയിട്ട് പോകണം. എല്ലാം നടക്കാൻ പോണത് നല്ലതിനാണ്. അപ്പൊ ഞങ്ങൾ ഇറാഖിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് അബുദാബിയിൽ ആങ്കർ വെച്ച് കിടക്കായിരുന്നു. എങ്ങാനും യുദ്ധം ഇനി ഭയങ്കരമായിട്ട് മുറുകിയാല് അപ്പൊ അബുദാബി കിടക്കണ ഞങ്ങളുടെ മേലെ മിസൈൽ അറ്റാക്ക് വരാം. ഹോർമൂസ് ക്രോസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതൊരു നല്ല തീരുമാനമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും. ആദ്യം സംഭവിക്കാൻ പോയതും സംഭവിച്ച കാര്യങ്ങളും നമ്മൾ റിഗ്രറ്റ് ചെയ്യും. പക്ഷേ ടുമോറോ അപ്പൊ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളായിരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം നടന്നത് നല്ല കാര്യത്തിനാണെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും അകത്ത് തന്നെ കുടുങ്ങി കിടന്നേനെ. ഞങ്ങളുടെ ഫുഡും പ്രൊവിഷനും കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നു പോയാനെ. ഒരാൾ പോലും ഇല്ല മെഡിസിനും ഫുഡും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ കൊണ്ടുവന്ന് തരാൻ ആരും വില്ലിങ് ആവില്ല. അപ്പൊ ഇങ്ങനെ ചൈനയിലെ വിശേഷങ്ങളായിരിക്കും കാണാൻ പോണത്. അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ചൈനയിൽ നിന്ന് പോയി തിരിച്ച് ഇങ്ങാട് തന്നെ ഞങ്ങൾ വന്നൂടാന്നില്ല. അപ്പൊ ഇനിയെങ്കിലും ഈ ഏരിയയിൽ വരുമ്പോ യുദ്ധങ്ങളൊന്നും ഇല്ല ഉണ്ടാവല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചൈനയിലേക്ക് പോയാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരാളുണ്ട്, ചീഫ് ഓഫീസർ അഭിജിത്ത് സാറ്, കോഴിക്കോടുകാരൻ. പുള്ളിക്കാരനായിരുന്നു ഈ ഹോർമൂസ് ക്രോസ് ചെയ്ത ടൈമിലേക്ക് ഈ നാവിഗേഷനിൽ നിന്നത്. മിസൈല് വന്നാല് കറക്റ്റായിട്ട് പുള്ളിയുടെ നെഞ്ചത്തേക്കായിരിക്കും വീണത്. ഒരുപാട് പ്രാവശ്യം ഇറാൻ നേവി ഞങ്ങളോട് പറഞ്ഞ് തിരിച്ചു പോന്ന്. എന്നിട്ട് ഞങ്ങൾ കേൾക്കാണ്ട് മുന്നോട്ട് പോയിട്ടാ. എന്തോ ഒരു ഭാഗ്യമാണ്. ഇതെല്ലാം എനിക്കിപ്പോ നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷെ ഇതെല്ലാം കേട്ട് ബ്രിഡ്ജിൽ നാവിഗേഷൻ റൂമിൽ നിന്നിട്ട് ചീഫ് ഓഫീസറൊക്കെ ഉണ്ടായി കപ്പൽ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ. പിന്നെ ക്യാപ്റ്റൻ സാറിനും പുള്ളിക്കാരുടെ ധൈര്യം ഒന്ന് സമ്മതിക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ പുള്ളിയുടെ ജീവിതം ഇനിയുള്ള കാലം മൊത്തം ജയിലിലായിരിക്കും. എന്നിട്ട് അങ്ങനത്തെ ഒരു റിസ്ക് എടുത്താണ് കപ്പല് ഇപ്പതേ ഹോർമൂസ് കടത്തി കൊണ്ടുപോയത്. ദൈവം രക്ഷിച്ചു ഞങ്ങളാ. അപ്പൊ ഇനി ഹോർമൂസിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കാൻ നാവികരിക്ക് എന്റെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവും. അപ്പൊ ഇനിയൊരു നല്ല സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ട് വരാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ഫ്രം ഹോർമൂസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.